Hello friends, welcome back to Thamaz CLUB. കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ ഒന്നുമല്ല, എനിക്ക് ഒഫനും എക്സാംസും സ്റ്റഡീസിലായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടൊരു സ്പെഷ്യൽ ആയിട്ടായിട്ടാണ് നേരെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി റെഡ് വെൽവെറ്റ് ഐസ്ക്രീമാണ്. ഇതൊരാരും കാണാത്ത ഐസ്ക്രീം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചീസാണ്. വെറും ചീസല്ല, ക്രീം ചീസ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ ചീസാണ്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്ത മെയിൻ അളന്ന് കൊണ്ടുവരാം. അടുത്ത നമ്മുടെ വിപ്പിംഗ് ക്രീം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീമിൻ്റെ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒറിജിനൽ സ്ട്രോബെറിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് നമ്മുടെ സ്ട്രോബെറി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്ട്രോബെറീസ് ഒക്കെ കൂടി അഫിന് ഞാൻ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊന്ന് ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും ഉണ്ടല്ലോ, അത് രണ്ടിനെയും നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കളർ പ്രോസസ്സിലേക്കാണ്. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നമ്മുടെ ക്രീം ചീസിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അഫ് കറക്റ്റ് സമയം തന്നെ നമ്മുടെ സ്ട്രോബെറി പേസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ബാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇല്ലേ, അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കോ പൗഡറും കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കോക്കോ പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വാനില എസൻസും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മളൊരു പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കളർ ഉണ്ടല്ലോ, അത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റത്തെ ലെയർ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ചെറിയ സ്ട്രോബെറീൻ്റെ പീസസ് ഒക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക. കാണാൻ തന്നെ ഒരു അടിപൊളിയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ ലെയർ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ട്രേ കവർ ചെയ്തിട്ട് ഒരു 10 മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രീസറിലോട്ടേക്ക് മാറ്റാം.
അപ്പോൾ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റിലൊരു ഐസ്ക്രീമാണിത്. റെഡ് വെൽവെറ്റ് കേക്കിന് അതേ ഫ്ലേവർ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി.